നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും അതുപോലെ BJPയുടെ ഇന്നത്തെ പ്രസിഡന്റ് സുരേന്ദ്രൻ, അതുപോലെ നല്ല വീട്ടമ്മമാർക്ക്, നല്ലവരായ എല്ലാ വീട്ടമ്മമാർക്കും, അതുപോലെ നല്ലവരായ എല്ലാ മനുഷ്യർക്കും അപ്പോൾ ഇന്നത്തെ ദിവസം നന്നാവട്ടെ. ഇന്ന് 26 ജൂൺ 2025. അതായത് മംഗളം ആശംസിക്കുന്നു. പക്ഷേ എനിക്ക് ഒരു 4 വാക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറയാനുണ്ട്. വളരെ കൂടിയ വിദ്യാഭ്യാസമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഓരോ കുട്ടിക്കും 500 വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് രാവിലെ വെള്ളം കലക്കിയിട്ട് അകത്തേക്ക് കഴിക്കാൻ കൊടുത്താൽ മതി. ഞാൻ 1-2 കാര്യങ്ങൾ പഴയിലേക്ക് പോകാം. ശശി തിരൂർ, തിരുവനന്തപുരത്ത് നിന്ന് ഇയാളെ തിരഞ്ഞെടുത്താൽ തിരുവനന്തപുരത്തുകാർ അറിഞ്ഞപ്പെടാൻ വലിയൊരു സംഭവമാണ്. അയാൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? തിരുവനന്തപുരത്തുകാരോട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. തിരുവനന്തപുരത്ത് നല്ല മനുഷ്യന്മാർ ഒരുപാടുണ്ട്. അവർക്കൊക്കെ ഒരു നന്ദി. ഞാൻ അവരൊന്നും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല, നല്ല ഒരാളെയും പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ ഈ ആദ്യം മണ്ടത്തരം ഇനി മേലെ ചെയ്യരുത്. അതേമാതിരി ഒരു വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, വ്യവസായ മന്ത്രി, ഞാൻ അദ്ദേഹത്തിനെ പറയുന്നത് വ്യഭിചാര മന്ത്രി എന്നാണ് പറയാറ്. കാരണം വ്യവസായം കേരളത്തിൽ എവിടെയും ഒരു സ്ഥാപനത്തിനും ഒരു അനുമതി കൊടുക്കാതെയും അതൊക്കെ പിടിച്ചു കെട്ടിയും കൊടുത്തിട്ടുള്ള ഒരു മന്ത്രിയാണ് ഇദ്ദേഹം, കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ മലപ്പുറം ജില്ലയിൽ ഇരുന്നിട്ട് കുറയ്ക്കുക, ജാതി കുറയ്ക്കണ നേരം മറ്റേ അതിൻ്റെ ഇറ്റാലിയിലെ പട്ടിയും കൂടി കാണില്ല, ഇത്ര നന്നായിട്ട് കുറയ്ക്കണം. ആദ്യം കുഞ്ഞാലിക്കുട്ടി സാഹിബേ, നിങ്ങൾ പോയിട്ട് സ്വന്തം മുഖം ഒന്ന് നോക്ക്, ഇതെങ്കിലും അവിടെ ഉണ്ടോ എന്ന് നോക്ക്. അതേമാതിരി പാണക്കാട് തങ്ങന്മാരോടൊക്കെ പറയാനുള്ളത് അതാണ്. നിങ്ങൾ വെറുതെ ഇതൊന്നും തലയിൽ വെച്ച് ചൊറിഞ്ഞിട്ട് ജനങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനസ്സിലായില്ലേ? നിങ്ങൾ പിന്നെ ഇവിടെ ഒരു കൊറോണ വൈറസ് വന്നില്ലേ, അന്ന് നിങ്ങളെയൊക്കെ അവർ തൂക്കി, എല്ലാവരെയും തൂക്കി. ആ തൂക്കത്തിൽ വന്നു. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെയൊക്കെ ലെവലെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും അറിയില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, RCC കോളേജ്, നിങ്ങൾക്ക് അറിയാമല്ലോ, എത്ര വിദ്യാഭ്യാസമുള്ളവരാണ്. എന്നിട്ട് എന്താ അവിടെ സൂക്കട് പിടിച്ചിട്ട് പോയാലോ? ഈ കരലോകമായിട്ടാണല്ലോ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് പോകുന്നത്. എന്താ അവിടെ നിന്ന് മാറാണ്ട് മരിച്ചിട്ട് കൊണ്ടുവരുന്നത്? ചിലവർ 5 കൊല്ലം 8 കൊല്ലം കഴിയും, ചിലവർ 12ാമത്തെ കൊല്ലത്തിലേ മരിക്കുള്ളൂ. അതെൻ്റെ കുറ്റമല്ല. മനസ്സിലായില്ലേ? വിദ്യാഭ്യാസം എവിടെ? നട്ടിൽ മുറിഞ്ഞവർക്ക് എന്താ മരുന്ന് കൊടുത്താൽ മാറാത്തത്? അപ്പോൾ എവിടെ വിദ്യാഭ്യാസം? എന്താ നിങ്ങളെ കോളേജിലെ പ്രൊഫസർമാർ അല്ലെങ്കിൽ ഈ ഇത്തരം വിദ്യാഭ്യാസം പറഞ്ഞാൽ നടന്നാൽ ഒന്നും നടക്കാത്തത്? ഒരു കാര്യം നടക്കുന്നില്ലല്ലോ. എവിടെ നോക്കിയാലും തരാനുണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. എന്താ അങ്ങനെ? നിങ്ങൾ എന്തൊക്കെ കണ്ടെത്തിയിട്ട് ഏത് സ്ഥലത്ത് കൂടെ വന്നാലും മോശമാണ്. ശശി തിരൂർ സാറേ, നിങ്ങൾ തിരുവനന്തപുരത്തുകാർ നിങ്ങളെ നന്നാക്കിയിട്ട് നല്ല സർട്ടിഫിക്കറ്റൊക്കെ തരുന്നുണ്ട്, നല്ലത് കാര്യമാണ്. അവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. തിരുവനന്തപുരത്തെ 2 പെണ്ണുങ്ങളെ നിങ്ങൾ സന്തൂരി അടുപ്പിലിട്ട് ചുട്ടു, എന്നിട്ട് നിങ്ങൾ തിന്നു എന്നൊക്കെ ഒരുപാട് കാലം ഇവിടെ പറഞ്ഞിരുന്നു. നേരെ തെറ്റാന്ന് എനിക്കറിയില്ല. കാരണം കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഇന്ദിരാഗാന്ധിയെ 150 ബുള്ളറ്റ് നാവിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയത് കോൺഗ്രസ്സുകാരാണ്. അതിപ്പോഴും തെളിവില്ലാണ്ട് കിടക്കുക. രാജീവ് ഗാന്ധിനെ കോയമ്പത്തൂരിൽ വെച്ചിട്ട് പിന്നെ ആ കരിമ്പണ്ട മുകളിൽ വെച്ചിട്ട് ധാരാളുണ്ടാക്കിയില്ലേ? എത്രായിരം കരിമ്പണ്ട മുകളാണ് കേടുവരുത്തിയെന്നറിയാം. അതിപ്പോൾ തെളിവില്ല കേട്ടോ, തെളിവുണ്ടാവില്ല. കാരണം കോൺഗ്രസ്സുകാർ ചെയ്താൽ തെളിവുണ്ടാവില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് ഇവിടെ കക്കാനും മുക്കാനും കിട്ടിയാൽ മതി. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ നോക്കണം. അതിനുള്ള ബുദ്ധിയൊന്നും ഞങ്ങൾക്കില്ല, കോൺഗ്രസ്സുകാർക്കില്ല, ഇവിടുത്തെ ലീഗുകാർക്കും ഇല്ല, പാണക്കാട് തങ്ങന്മാർക്കും ഇല്ല. നിങ്ങൾ നോക്ക്. ആദ്യം ഈ മക്കൾക്ക് സമസ്ത ഒന്ന് പഠിപ്പിക്കണം. ഇവറ്റക്ക് സ്വന്തം ദുആ ചെയ്യാനെങ്കിലും പഠിപ്പിക്കണം. മതം പഠിപ്പിക്കണമൊക്കെ ശരി, മതങ്ങളെല്ലാത്തിനും പഠിപ്പിക്കണം, അത് പോരാ. ദുആ ചെയ്യാനെങ്കിലും പഠിപ്പിക്കണം. നിങ്ങളെ എതിർക്കുന്ന ആളുകളെ നിങ്ങൾ വീടടിച്ച് പൊളിക്കാനും കൊല്ലാനും ഇറക്കിയപ്പോൾ അന്ന് തീർന്നു നിങ്ങളുടെ കത്തിക്കലൊക്കെ. എല്ലാവരുടെ കത്തിക്കലും അവിടെ തീർന്നു. മനസ്സിലായില്ലേ? ഇവിടെ മനുഷ്യനുണ്ടാക്കിയിട്ട് പിന്നെ കൈ ഇങ്ങനെ മുറക്കി പൊളിച്ചിട്ട് കരഞ്ഞിട്ട് വന്നാണ്. കരഞ്ഞുകൊണ്ട് വന്നു നാം പറയിപ്പിച്ച് പോയിടും പള്ളിക്കാട്ടിലൊരാറടി മണ്ണിൽ ചെന്ന് ചേർന്നിടും. മനസ്സിലായില്ലേ? അതായത് നല്ല പോലെ ഉണ്ടായാൽ നിങ്ങൾ കിട്ടുന്ന സ്വർഗം എല്ലാവരെയും, അഥവാ മരിച്ചാൽ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി ദിക്റെടുക്കും.
എന്നിട്ട് അവിടെ കൊണ്ടുപോയി അടക്കും. ഈ ദിക്റ് എടുക്കുന്നത് അവനക്ക് വേണ്ടിയിട്ട്, ആ ചെല്ലുന്നവർക്കുള്ള, അല്ല നിങ്ങൾക്കുള്ളതൊന്നുമല്ല. ഇത് ഇത്രയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം. ശശി തരൂര് ജനങ്ങളെ വിഡ്ഢിയാക്കരുത്. നിങ്ങളുടെ വാർഡിൽ ശശി തിരൂര് എന്ന് പറഞ്ഞ ഈ നാറിയുടെ വാർഡിൽ 50 കോടി ആളുകൾ, ഒരു വാർഡിൽ 50 കോടി ആളുകൾ തിങ്ങി ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പേര് പറയട്ടെ. അവിടുന്ന് കുറേ ആളുകൾ തിരുവനന്തപുരത്ത് കുറേ ആളുകൾ വയനാട്ടിൽ പുൽപ്പള്ളിയിലേക്ക് കയറിയില്ല. എന്നിട്ട് അവിടെ വല്ലതും ചെയ്തോ? മനസ്സിലായില്ലേ? ഇവിടെ ജനിച്ച കുട്ടികൾക്ക് ഇവിടെ ജോലി വേണം. മനസ്സിലായില്ലേ? ആ ജോലി എന്ന് പറഞ്ഞാൽ 100 രൂപ മുതൽ 10,000 രൂപ വരെ ഡെയിലി പണിയെടുത്ത് ശമ്പളം വാങ്ങുന്നവരാണ്. അതാണ് ജോലി എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അതിനിവിടെ എന്ത് സ്ഥാപനമാണ് കൊടുക്കുന്നത്? ഇവിടെ ആരാ നിങ്ങൾ അംഗീകരിക്കണേ? ഇവിടുത്തെ ഏതെങ്കിലും ഒരു മലയാളിയെ നിങ്ങൾ അംഗീകരിക്കുമോ, അല്ലെങ്കിൽ അവർ നിങ്ങളെ അംഗീകരിക്കുമോ? ഇതാരെങ്കിലും ചെയ്യുമോ? നിങ്ങളൊന്ന് മനസ്സിലാക്കുക വേണ്ടത്. ഇവിടുത്തെ ലീഗ് പൊലയാടികളോടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അതിൽ നല്ല ആളുകൾ ഒരുപാടുണ്ടാവും, അവരോടൊന്നും ഞാൻ പറഞ്ഞില്ലേ. ലീഗിൽ നല്ല ആളുകളുണ്ട്, CPM കുറേ നല്ല ആളുകളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞില്ല. ഒരു കോൺഗ്രസ്സുകാരനോടും പറഞ്ഞില്ല. ഒരു കോൺഗ്രസ്സുകാരെന്ന് പറഞ്ഞാൽ ഇതുപോലെ നാരുള്ളവരോട് പറയും. ഇപ്പം എൻ്റെ നാട്ടിലൊരു MP ഉണ്ട്, ശ്രീകണ്ഠൻ. ശരിക്കും പറയണം, ശ്രീകണ്ഠൻ. എങ്ങനെ വിളിക്കാം? ശ്രീകണ്ഠൻ. ബൗ 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 എന്ന് പറഞ്ഞിട്ട് കുരക്കായി ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് പട്ടിയാണെന്ന് തോന്നും കുരക്കണുണ്ടാൽ. അദ്ദേഹത്തിൻ്റെ വാർഡിൽ ഒരു പോലീസ് സ്റ്റേഷൻ നേരെ വർക്ക് ചെയ്യുന്നില്ല. ഒരു പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു വാർഡിലെങ്കിലും ഒരു പൊതുജനങ്ങൾക്ക് 4 പേർക്ക് ഉപകരിക്കുന്ന ഒരു ജോലി ചെയ്യാവുന്ന എന്തെങ്കിലും സാധനത്തിന് ഈ നാരി അനുമതി കൊടുത്തില്ല. 2 തവണ MP ആയിരുന്നുണ്ട്. ഈ ആദ്യം ഊമ്പന്മാരെ കൊണ്ടുവരലാണ് ഇവിടുത്തെ ഈ സംവിധാനത്തിന് പണി. ഒരു നാട്ടിലെ ഒരു സാധനത്തിനും ചെയ്യില്ല. ഇവിടെ കറണ്ട് വേണ്ട, വെള്ളം വേണ്ട, ഇവർക്ക് ജോലി വേണ്ട, കുത്തൊഴിഞ്ഞ് കിടക്കുക കംപ്ലീറ്റ്. ഒരു റോഡ് ഉണ്ടാക്കിയതിന് ഒന്നിനും അഴുക്കിച്ചാലില്ല. എല്ലാ റോഡും ഒരു വണ്ടി അങ്ങോട്ട് പോകുമ്പോൾ മറ്റേതിന് മോൾ കൂടെ പോകാനൊരു കോണിച്ച് കൊടുക്കണം. ആ തരത്തിലാണ് ഉള്ളത് എല്ലാ റോഡും. ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. അതെന്നെ പൊടിഞ്ഞിട്ട് റോഡുണ്ടാക്കിയാൽ കക്കുകയും മുക്കുകയും ചെയ്തത് കാരണം ഒരു മഴ പെയ്താൽ മതി, കംപ്ലീറ്റ് നിന്നു. ഇപ്പോൾ നമ്മുടെ ഫോണാവട്ടെ, ഇപ്പോൾ എത്രയൊക്കെ കോഷിച്ചിട്ട് ഫോണുണ്ടാക്കിയാൽ ഒരു മഴ പെയ്താൽ ജിയോൻ്റെ ഫോൺ വർക്കാവില്ല. പരനാരികൾ എന്ന് അല്ലാണ്ട് എന്ത് പറയാനാ പറയാം? ഈ ഫോൺ വർക്ക് ചെയ്യാണ്ട് എന്തിനാ? അത് മാത്രമല്ല, ഏറ്റവും കൂടിയ കൊള്ള നടത്തിക്കൊണ്ടിരിക്കുക. ഇതിന് നേരെ പിടുത്തം വെക്കാൻ നമ്മളെ ഗവൺമെൻറ്റുകൾക്ക് സാധിച്ചില്ലെങ്കിൽ നമ്മൾ ചത്തുനായിട്ട് താടി വരിക്കാൻ പോകുന്നതാണ് നല്ലത്. നമ്മൾ കൃത്യമായിട്ട് നമ്മളുടെ ജോലി ഭംഗിയായിട്ട് ചെയ്യണം. നമ്മൾ ഇരിക്കുന്ന ജോലി എന്താണോ അത് ഭംഗിയായിട്ട്. നിങ്ങൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒന്ന് ഫോൺ ചെയ്ത് ആ നാരി ഫോൺ എടുക്കുമോ? അതിലുള്ള ഏതെങ്കിലും ഒരു നാരി എടുക്കുമോ? പരനാരികൾ ഈ മാർക്കറ്റ് പറഞ്ഞ ഈ ഊമ്പന്മാരെ വെച്ചിട്ടാണ് നിങ്ങളിവിടെ അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറയുന്നത്. ഇവിടെ എന്ത് തൊഴിൽ സ്ഥാപനമാണ് കൊടുക്കുന്നത്? നാറികൾ ഏത് ഉമ്മാൻ്റെ പൂറ അവിടെ കൊടുക്കുന്നത്? ഞാനിവിടെ പറഞ്ഞ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് തന്നെയാണ്. മുഖ്യമന്ത്രി അല്ല, മുഖ്യപ്രതിയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയണം. അത് വൃദ്ധർക്ക് ഒരു മര്യാദക്ക് പെൻഷൻ കൊടുക്കണം. അതേമാതിരി ആശുപത്രികൾ മരുന്ന് വേണം, തൊഴിൽ സ്ഥാപനം കൊണ്ടുവരണം. എന്നിട്ട് അതിൻ്റെ ശേഷം നിങ്ങൾ പറയും 1 രൂപയെങ്കിലും സർക്കാരിലേക്ക് നീതിപ്പണം കിട്ടാവുന്ന ഒരു തൊഴിൽ സ്ഥാപനം നിങ്ങൾ കൊടുക്കുന്നുണ്ടാകും. നിങ്ങൾ നോക്കി നോക്കി എവിടെയെങ്കിലും ഒന്ന് ഉള്ളത് നശിപ്പിക്കല്ലേ നിങ്ങളെല്ലാവരും ചെയ്തിട്ടുള്ളത്. ശശി തിരൂര്, MP സമസാനി, നീലകണ്ഠൻ, പിണറായി വിജയൻ, എന്നിട്ട് ബൗ 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 എന്നൊരു കുറയ്ക്കാറുണ്ട് നാറികൾ. ജനങ്ങളുടെ ഒരു കാര്യങ്ങളും ചെയ്യാണ്ട് അധികാരത്തിലിരുന്നിട്ട് എന്ത് വിളിച്ചാലും പറയാനും ഒന്ന് ചോദിക്കാൻ പോലും ഒരു ചുറ്റുപാടില്ല. ഇവിടെ ഒരു ബാറിൽ കറണ്ട് പോയാൽ, ഒരു ട്രാൻസ്ഫോമറിലേക്ക് വരുന്ന ഒരു പീസ് പോയാൽ 6 മാസം കഴിഞ്ഞിട്ട് അത് കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിലാണ്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഇവരെ ഓരോ വീടുകൾക്കും സ്വയം കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ടാണ് ആ സാധനം കൊണ്ടുവരുന്നത്. അതിന് ലോൺ ചോദിക്കാൻ വരാൻ ബാങ്കിൽ 50,000 രൂപ ഡിപ്പോസിറ്റ് വേണം. ഇന്നത്തെ ലെവൽ 4 ദിവസം കഴിയുമ്പോൾ 2 ലക്ഷം ആവും കേട്ടോ. നിങ്ങൾ ചോദിക്കണേ കടം ചോദിക്കാനാണ് ചെല്ലുന്നത്. കടം ചോദിക്കാൻ അത്ര ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും, അല്ലെങ്കിൽ പറ്റില്ല. ഇന്ത്യൻ്റെ ജനാധിപത്യമാണ്. ഇന്ത്യ രാജ്യത്തിൻ്റെ ഇന്ത്യൻ പീനൽ കോഡിൽ വരുന്ന ജനാധിപത്യ സമ്പ്രദായമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു കഷ്ടക്കാരാണെന്ന് ഈ പറഞ്ഞു നോക്കൂ. ഒരാൾക്ക് രോഗം മാറുന്ന മരുന്നില്ല. RCC ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഉമ്മാൻ്റെ പൂറ്റിലെ തിരിച്ചൽ, ഉമ്മാൻ്റെ പൂറ്റിലെ RCC ഇല്ല, തിരുവനന്തപുരം RCC അതിങ്ങനെ തിളങ്ങി നിൽക്കുക. മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ എന്ത് മെഡിക്കൽ കോളേജാണ്? ഏതൊക്കെ പേരാണെന്നറിയാം.
എന്തൊക്കെ പേരാ. ഈ ജനങ്ങളുടെ നികുതി പണം തട്ടിയെടുത്തിട്ട് ഇവരെ 80 കൊല്ലം 90 കൊല്ലം ചികിത്സയുടെ പേര് പറ്റിയിട്ട് കയ്യും കാലും പിടിച്ച് കിട്ടുക, പട്ടിണി കിട്ടുക, ICU കൊണ്ടുപോയിട്ട് കൊല്ലുക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ചോദ്യം ചെയ്യാൻ ഒരു നായി പിടിച്ച പോലീസുകാരുമില്ല, ഒരു നായി പിടിച്ച ജില്ലാ കളക്ടർമാരുമില്ല. ഇവർക്ക് നായി തന്നെ പേരുണ്ടത്. ഒരു ഹൈക്കോടതി ജഡ്ജിമാരാവട്ടെ, ഊമ്പന്മാർ, ഈ കാര്യങ്ങളിലൊന്നും അവർ ഇടപെടില്ല. അവർക്ക് അറിയില്ലല്ലോ, നാറികൾ. മനസ്സിലായില്ലേ? ഞാനിത് പറയാൻ കാരണം കൊറോണ വൈറസിന് മരുന്നിന് അനുമതി ചെന്നിട്ട് കേരള ഹൈക്കോടതി ചെന്ന് ചോദിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏത് പൂറ്റിലെ ഹൈക്കോടതിയാണ് ഇവിടെ? എന്തും മാനപൂർവ്വ ഹൈക്കോടതി. മനസ്സിലായില്ലേ? പൊതുജനം വെറുതെ പറയാണ് എന്നും പറഞ്ഞ് നിങ്ങൾ തള്ളണ്ട. എനിക്കൊരു ചാൻസ് മുഖ്യമന്ത്രിയായിട്ട് കിട്ടിയാൽ, ഇപ്പം ഈ പറഞ്ഞ ഭാഗത്ത് കൂടെയൊക്കെ എൻ്റെ വിരൽത്തുമ്പ് ചെന്നിരിക്കും. അതായത് ഒരു വാർഡിൽ, അതായത് വയലിൽ വെച്ച വീടുകളൊക്കെ പൊളിച്ച് കുന്നിൻ്റെ മുകളിലേക്കാക്കാൻ വേണ്ടിയുള്ള എല്ലാ സംവിധാനവും ചെയ്യും. അതുപോലെ തന്നെ കുന്നിൻ്റെ മുകളിൽ വല്ലാണ്ട് കുന്നില്ലാത്ത ചില ഏരിയകളിൽ പോയിട്ട് ഇതുപോലെ പലതരം കമ്പനികൾ വരും. പലതരമാണ് ഈ കമ്പനികളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉപയോഗിക്കുന്ന എന്തെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് പ്ലാസ്റ്റിക് പെറുക്കിയിട്ട് കഴുകിയിട്ട് തീട്ടത്തിൻ്റെ തൊണ്ടി കഴുകിയിട്ട് നിങ്ങൾ പാത്രത്തിലാക്കണം, എന്നിട്ട് അതിന് 500 രൂപ കൊടുക്കണം എന്നല്ല. ഇതിന് ഓർഡർ ഇട്ടോലെയൊക്കെ പിടിച്ചിട്ട് മണിക്കൂറിന് പിടിച്ച് ഉള്ളിലിടും. മാത്രമല്ല 50 രൂപ ജനങ്ങളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് ഇങ്ങനെ താറാറ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 3 പൂജ്യം ചേർത്തിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു കൊടുക്കും. അതാ ഓർഡർ ഇട്ടോൻ്റെ. അതിന് യാതൊരു സംശയം നിങ്ങൾ വിചാരിക്കേണ്ട. തൊഴിലെടുക്കാനാണ് വേണ്ടത്, തൊഴിലെടുക്കുകയാണ് ചെയ്യേണ്ടത്. തൊഴിലെടുത്തിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് എങ്ങനെ വികസിപ്പിച്ചെടുക്കും എന്നാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ്, ഇതിൽ എത്ര പേർക്ക് ജോലി ചെയ്യാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. എത്ര പേർക്ക് കഴിയും? 1 രൂപ സർക്കാരിൻ്റെ നികുതി പണത്തിലേക്ക് GSTയിലേക്ക് കൊണ്ടുവരാൻ ഇവർ കൂട്ടിയിട്ട് കഴിഞ്ഞില്ല. എന്നിട്ട് ശശി തിരൂർ, സമദാന MP, നീലകണ്ഠൻ, മനസ്സിലായില്ലേ? പിന്നെ എന്താ, മുഹമ്മദ് മോഹസിൻ ഭയങ്കര MLA ആണ്. ഒരു റോഡിന് അഴുക്ക് ചാലില്ല, ഒരു റോഡിൽ കൂടെ വാഹനം പോകാൻ നിവൃത്തിയില്ല. ഒരു വാഹനത്തിൻ്റെ ടയർ വാങ്ങിയാൽ 2 മാസം നിൽക്കില്ല, അതിൻ്റെ മുമ്പ് നാശമായി. ഒരു കാര്യത്തിനും കൺട്രോളില്ലാത്ത ഇത്തരം കുറേ നാടികളെ നമ്മൾ വോട്ട് ചെയ്ത് കൊണ്ടുവരേണ്ടി വന്നു എന്നത് ഖേദം പ്രകടിപ്പിക്കാൻ സങ്കടമുണ്ട്. പരനാറികൾ.